നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ. നമ്മൾ അത്തിക്കയത്ത് മടന്തമണ്ണ് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, അതായത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ആണെന്നാണ് എപ്പോഴും പറയുന്നത്. എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നെന്ന് പറഞ്ഞാലും നമ്പർ 1 ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്പർ 1 ആയ കേരളത്തിലെ അവസ്ഥയാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു നാട്ടിൽ റോഡോ എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ ആ വർക്ക് അത് ഉപേക്ഷയായിട്ട് വിചാരിച്ച് വർക്ക് എടുക്കത്തില്ല. അത് തരണം ചെയ്തതിന് ശേഷം വർക്ക് എടുത്തു കഴിഞ്ഞാലോ കോൺട്രാക്ടർമാർ ആ റോഡ് രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ട് എല്ലാവരും അടച്ചാക്ഷേപിക്കില്ല, നല്ലവരായ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ ചേർന്നിട്ട് ആ റോഡ് നല്ല രീതിയിൽ പണിയാത്തൊരവസ്ഥയാണ് ഈ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ചേട്ടാ നമസ്കാരമുണ്ട്, പേരെങ്ങനെയാണ്? സിബി. എങ്ങനെയാണ് എന്താ കാര്യം എന്ന് പറയും? ഇത് എത്രാം വാർഡാണ്? ഇത് മൂന്നാം വാർഡിൽ എന്താണ് അവസ്ഥ ഒന്ന് പറഞ്ഞേ. മൂന്നാം വാർഡിലെ അവസ്ഥയാണ് ഈ റോഡ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുവല്ലോ ഉണ്ടോ? തെറ്റൊന്നുമില്ല, ഞാൻ കറക്റ്റ് കാര്യമില്ല പറഞ്ഞേ. ഒന്നിൽ അവർ വർക്ക് എടുത്താൽ റോഡ് നല്ല രീതിയിൽ ചെയ്യത്തില്ല. ചെയ്ത വർക്ക് എത്രയോ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാലും നമ്മളിപ്പോൾ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ റോഡ് ഇതുപോലുള്ള ഒരുപാട് റോഡുകൾ കേരളത്തിൻ്റെ പല ഭാഗത്ത്, അതായത് ഇപ്പോൾ തന്നെ നമ്മുടെ മുണ്ടമ്പാറ റോഡ്, സേത്തൂരിൽ അങ്ങോട്ട് പോകാത്ത റോഡ്, അങ്ങനെ പലയിടത്തെയും റോഡുകളുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയേറെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നല്ല രീതിയിൽ നാട് വികസനത്തിന് വേണ്ടി ചെയ്യാനുള്ളതിന് പകരം എല്ലാവരും വരുന്നവർ കോൺട്രാക്ടർമാരും അവരുടെ സിമ്പന്തികളും മാത്രമാണ് രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇന്ന് എത്ര ചൂടുണ്ട്? ഇപ്പോൾ 38 ഡിഗ്രി മേളിലും 40 അടുത്തോളം ചൂടുണ്ട്. ഈ ചൂടത്താണോ ഈ കട്ടറിൽ പോകുന്നത്? ബാക്കിയുള്ളവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലെ പല ഭാഗത്തും അടിച്ചു പൊളിച്ച് പോകുമ്പോഴും നിങ്ങൾ ഈ ചൂടും സഹിച്ച് എന്തെങ്കിലും ഉച്ചകുത്തി മറിഞ്ഞു വീണാൽ താണ്ട് വീണ്ടും കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് എത്രാം വാർഡാണ്? ഇത് മൂന്നാം വാർഡ്. ഇത് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ. അതായത് ഡെഡ് എൻഡ് ആണിത്. 3 കിലോമീറ്റർ. അത് ഇടമുറി ചെന്ന് ചേരുന്നതാണ്. മണന്നവൻ പുള്ളിക്കൽ നാലാട്ടം റോഡെന്നാണ് ഇതിൻ്റെ പേര്. ഇത് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന റോഡാണ്. ഈ അടുത്ത നാളിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് JCLSR 10 ലക്ഷം രൂപ അനുവദിച്ചു. ഇടയ്ക്ക് കണ്ടവാനം ഒട്ടും നടക്കാൻ വേദന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫണ്ടിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടെ അവിടെ മുൻ റാന്നി MLA രാജീവ് അബ്ര 25 വർഷം ഇവിടെ MLA ആയിട്ടുണ്ട്. പുള്ളിയെ പല നിവേദനങ്ങളും പുള്ളിക്ക് കൊടുത്ത ഈ റോഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് കൊടുത്താണ്. നാളെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോഴത്തെ MLA പ്രമോദ് നാരായണൻ 300 ചിലവാൻ പേരുടെ താമസക്കാരുടെ ഒപ്പിടിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കഴിഞ്ഞ വർഷം കൊണ്ട് കൊടുത്തു. എന്നാൽ പുള്ളിക്കാരൻ അതാണ് പറഞ്ഞത്, അടുത്ത മാർച്ച് ആകുമ്പോഴേ ചെയ്തു തരാമെന്ന്. അത് കഴിഞ്ഞ് 1 മാർച്ച് കഴിഞ്ഞു. ഇതേ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. മുന്നോട്ട് ചെന്നാൽ കൂടുതൽ പൊളിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായി. മനുഷ്യന് ഓട്ടോ പിടിച്ചാൽ ഓട്ടോക്കാരൊക്കെ വരാൻ വളരെ മടിയാണ്. കട്ടറിക്കോട് ചാടി അവർക്ക് ചിലവ് കൂടുതലാണ്. അപ്പൊ ഇത് ഏത് രീതി റോഡ് നന്നാക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. നമുക്ക് എങ്ങനെ ആയാലും റോഡ് ശരിയാകണം. ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി ചോദിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? ഭയങ്കര മോശമാണ്. ഇതിനെപ്പറ്റി ഒന്നും എങ്ങും പരാതിയും കൊടുത്തില്ലേ? പോയിട്ടുണ്ട്. പേരെങ്ങനാ? സിബി അല്ലേ? ഇതും ഒരു സിബി, അതും ഒരു സിബി അല്ലേ? അതിലൊക്കെ എങ്ങനെയുണ്ട്? ഓട്ടോക്കാരെ പറ്റി കുറ്റം പറയുന്നല്ലോ ഇവിടെ. കുറ്റം പറയാം ഇവിടെ. ഒരു പറയുന്നത് ഓട്ടോക്കാർക്ക് ഭയങ്കര ചിലവ് കൂടുതലാണ് ഈ റൂട്ടിൽ വരുന്നതെന്നാണ് പറയുന്നത്. ശരിയാണോ? ചിലവ് കൂടുതലാണ് ഈ റൂട്ടിൽ വരുന്നത്. റോഡ് മോശം. അതാണ് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഡബിൾ ഇതാണല്ലേ? ഓരോ ദിവസം വീലൊക്കെ ഊരി കൊണ്ടുകൊണ്ട് വരും. നേതാക്കന്മാരും തിരിഞ്ഞു നോക്കുന്നുമില്ല അല്ലേ? എന്താണ് അവസ്ഥ അല്ലേ? എന്തായാലും നമ്മളവിടെ അതായത് ഞാൻ നാട് തന്ന അതൊരു പോയിന്റ് കേട്ടോ. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, MLA ആയാലും MP ആയാലും ആര് വന്നെന്ന് പറഞ്ഞാലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ മതരാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും നികുതി പണം കൊണ്ടല്ലേ ഇവരെല്ലാം ഭരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു മാന്യതയെങ്കിലും കണക്കിലാക്കി റോഡ് നല്ല രീതിയിലാക്കി കൊടുക്കണമെന്നൊരു വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്. പ്ലീസ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. വലിയൊരു ഇതാണ്. കാരണം ഇവിടെ 300 ചിലവാനും കുടുംബമുണ്ടല്ലേ? 300 ഫാമിലിയിൽ മേലായിട്ടുണ്ട്. ചേട്ടോ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാ? സൂപ്പർ റോഡാ. എവറേജാ കണ്ടാൽ അറിയാം, ചേട്ടൻ്റെ മുഖം കണ്ടാലേ അറിയാം. വെറുതെ. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്ത് ചെന്നാൽ ഇതേ അതോ ഗതിയാണ് എന്ന് വേണേൽ പറയാം. കാരണം അടച്ചാക്ഷേപിക്കുകയല്ല, അവസ്ഥ കൊണ്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. എവിടെ ചെന്നാലും ഒന്നിൽ ആരെങ്കിലും തട്ടാമുട്ടി പറയാൻ ആൾക്കാർ കാണും, ഒന്നിൽ കൊടുക്കരുതെന്ന് പറയാൻ കാണും. ഇതിപ്പോൾ ഏത് രീതി പെടുത്തുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇതിപ്പോൾ അങ്ങനെ വല്ലതും ആരും തടസ്സം വല്ലതും പറയുന്നുണ്ടോ ഈ റോഡിനെ പറ്റി? ഇല്ല. ഇത് ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം വന്നിട്ട് ഇത് മണ്ണൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് ആ റോഡ് പണിത് വരുമെന്ന് പറഞ്ഞ് അങ്ങനെയും പോയി. 5 വർഷം കഴിഞ്ഞു. ഒരു സെക്കൻഡേ, നല്ല ഇടയും വരുന്നു. നല്ല ഇടയിൽ നിർത്തിക്കേ, ചോദിക്കട്ടെ റോഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സെറ്റപ്പാ. എങ്ങനെ പിടിച്ചൊക്കെ എന്താ പറ്റി? അങ്ങനെ ചൊറി റോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചൊറത്തിൽ വരും അല്ലേ? ഭയങ്കര വികസനം. ഈ 3 കിലോമീറ്റർ ഭയങ്കര വികസനം. ഈ റോഡിന്റെ കാര്യം ഇരിക്കട്ടെ, ഞാൻ ചോദിച്ചു. ഈ റോഡിന്റെ കാര്യം
ഇപ്പം ഒരു കുറച്ചൊരു 300 മീറ്ററേ ഉള്ളൂ മോശം. 300 കിലോ പിന്നെ കുഴപ്പമില്ല. 300 മീറ്റർ കൂടെ റെഡിയായാൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും വരുമോ? വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും വരുമോ? അതിപ്പോൾ ആര് ഭരിച്ചാലും അത് ശരിയാ. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആഹാരം കഴിക്കണം, നമ്മൾ കഴിക്കണം. അത് തന്നെ പോയിന്റാണ്. അത് തന്നെ, നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് വല്ലതും ഉള്ളൂ. അതെ. അപ്പോൾ എന്തായാലും ശരി കേട്ടോ കേട്ടോ. റോഡിൻ്റെ പേര് പറഞ്ഞേ ഉള്ളൂ. ആ പ്രശ്നമാണ്. എന്നാ ചെയ്യാനാ ഇത് കൂടുതൽ. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് തരുന്ന ഒരു പരിധിയുണ്ട്. ഒരു റോഡിനായിട്ട് തന്നെ ഒരു ഫണ്ട് കൊടുക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ ഒരു ഒറ്റ അന്നൊക്കെ ഇത്ര രൂപ ആകത്തില്ലായിരുന്നു. 10 ലക്ഷം അല്ല 15 ലക്ഷം രൂപ അനുവദിച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അത് ആ ഒരു അവസ്ഥയല്ല. MLA-യുടെ ഫണ്ടോ അതുപോലെ MP-യുടെ ഫണ്ടോ ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ റോഡ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് രൂപ കിട്ടി അല്ല 5 ലക്ഷം അല്ല 10 ലക്ഷം കിട്ടിയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റോഡിൽ. ജില്ലാ പഞ്ചായത്തിന് 10 ലക്ഷം കഴിഞ്ഞ വർഷം കിട്ടിയതാ. ഇടയ്ക്ക് ഒത്തിരി പൊളിഞ്ഞുകൊണ്ട് 1400 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞല്ലേ? അല്ലല്ല 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. അദ്ദേഹം താമസിക്കുന്നത് 400 കിലോമീറ്റർ എന്നാ പറഞ്ഞു. 40 മീറ്റർ എന്നാ പറഞ്ഞു. 400 മീറ്റർ. 400 മീറ്റർ അല്ലേ? അതെ 400 മീറ്റർ. അദ്ദേഹം ഇവിടുന്ന് അത്ര അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞു. ചൂട് എങ്ങനെ ഉണ്ട്? അവരെ ചൂടിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അതിൻ്റെ കൂടെ കട്ടറും അതോ ഗതി അല്ലേ? വായോ ഓടി വാ ചോദിക്കട്ടെ നീ. ഈ റോഡിൻ്റെ കാര്യം ചോദിക്കായിരുന്നേ. സർവീസിന് വല്ല ഫ്രീ ആയിട്ട് വല്ല കാശ് തരുമോ? പൊട്ടിയാ നിങ്ങളുടെ പോയി. നീ വേണേൽ കൊണ്ടുപോടാ എന്നുള്ള രീതിയിലാണ് പരിപാടി നടക്കുന്നത്. പിന്നെ എപ്പോഴും ഓട്ടോ വരുന്ന ആളാണ്. ഓട്ടം വിളിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കിടന്ന് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോയെങ്കിലും കണ്ടിട്ട് ദയവ് ചെയ്ത് ഉളുപ്പ് തോന്നാതെ ഈ റോഡൊന്ന് നന്നാക്കി കൊടുക്കണം എന്നൊരു വിനീതമായിട്ടൊരു അഭ്യർത്ഥന. അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് നാട് നന്നാണ് ആര് ഭരിച്ചാലും അത് തന്നെ. എല്ലാവരും വോട്ട് കുത്തുന്ന എല്ലാവരുടെയും നികുതി പണം ഉപയോഗിച്ചാണ് എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളിപ്പോൾ അടച്ചാക്ഷേപിക്കുന്നില്ല. എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. അതെ, ഇവിടെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോന്ത കറുപ്പിച്ചിട്ട് കഥയുണ്ടോ? ഇല്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൊട്ടയ്ക്ക് നിന്ന് നാട് നന്നാക്കാനുള്ള പരിപാടി ചെയ്യുക എന്നാണ് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അത് തന്നെ. ഓക്കെ, അപ്പോൾ ശരി, കാണാം. ഗുഡ് ബൈ.